1950 മെയ് 20 ഇടവമാസ പൂജ കഴിഞ്ഞ് ശബരിമല നടയടച്ചു. ഏതാണ്ട് 25 ദിവസം കഴിഞ്ഞ് ജൂൺ 14 മിഥുനമാസ പൂജയ്ക്കായി മേൽശാന്തി എത്തി. പയ്യന്നൂർ സ്വദേശിയായ കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു മേൽശാന്തി. അവിടെ എത്തിയപ്പോൾ പൂർണ്ണമായും കത്തിയ ക്ഷേത്രമാണ് കണ്ടത്. ഒരു പൂജ കഴിഞ്ഞാൽ അടുത്ത പൂജ വരെ അന്നൊക്കെ ശബരിമല വിജനമായിരുന്നു. എന്നാണ് തീപിടിച്ചത് എന്നതിൽ പോലും ഇന്നും തിട്ടമില്ല. ഇടവ 6-നും 12-നും ഇടയിലാണ് എന്നാണ് അന്വേഷണ സംഘം എത്തിയ നിഗമനം. ശബരിമലയിൽ പുക ഉയർന്നത് കണ്ടു എന്ന് മറ്റൊരു മലയിലെ ആദിവാസികൾ നൽകിയ തീയതി വെച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയത്. ഈ പുക വന്നതിന് ശേഷം കനത്ത മഴയും പെയ്തിരുന്നു. തീ പിടിച്ചതായി ജൂൺ 14 മേൽശാന്തി കണ്ടെത്തിയെങ്കിലും പോലീസിന് വിവരം കിട്ടുന്നത് ജൂൺ 16 മേൽശാന്തിയുടെ സഹായിയായി എത്തിയ ആൾ പമ്പയിലെത്തി അവിടെ നിന്ന് പോലീസിനെ അറിയിക്കാൻ എടുത്ത കാലതാമസമായിരുന്നു കാരണം. പോലീസ് എത്തിയപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച ക്ഷേത്രമാണ് കണ്ടത്. വിഗ്രഹത്തിന്റെ ഇരു കൈപ്പത്തിയും വിരലുകളും വിട്ടുപോയ നിലയിലായിരുന്നു. വിഗ്രഹത്തിന്റെ മുഖത്തും നെറ്റിയിലും പാടുകൾ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ എറിഞ്ഞതുപോലെ ക്ഷേത്രത്തിന് ചുറ്റും കിടന്നു എന്നാണ് മേൽശാന്തിയുടെ മൊഴി. ശബരിമലയിൽ ഏറ്റവും കൂടുതലുള്ളത് നെയ്യാണ്. ആ നെയ്ക്ക് തീ പിടിച്ചതിനാൽ ക്ഷേത്രം പൂർണ്ണമായും കത്തി. തിരിതെറുക്കുന്നതിനും ശാന്തിക്കാരുടെ ഉപയോഗത്തിനുമുള്ള മുണ്ടുകളും ധാരാളമായി സംഭരിച്ചിരുന്നു. ഇതെല്ലാം തീപിടിക്കാൻ കാരണമായി. ചെമ്പ് പൊതിഞ്ഞ മേൽക്കൂര വരെ തീപിടിച്ചു. ഫോറൻസിക് സംഘത്തിന് തെളിവെടുക്കാൻ പറ്റിയ സ്ഥിതിയിലായിരുന്നില്ല ശബരിമല. മുഴുവൻ കത്തിപ്പോയത് ഒന്നാമത്തെ കാരണം. തീപിടുത്തത്തിന് ശേഷം കനത്ത മഴ പെയ്തത് രണ്ടാമത്തെ കാരണം. കാൽപ്പാടുകളും കൈവിരൽ പാടുകളും ഒന്നും ഇതിനാൽ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. ശ്രീകോവിലിന്റെ വാതിലിൽ 15 വെട്ടിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് കോടാലി ഉപയോഗിച്ച് വെട്ടിയതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഒരു കോടാലിയും കണ്ടെത്തി. കോടാലിയുടെ വായ്ത്തലയിൽ പിച്ചളയുടെ അംശം കണ്ടെത്തിയതിനാൽ വെട്ടാൻ ഉപയോഗിച്ചതാണ് എന്ന് അന്വേഷണ സംഘം നിഗമനത്തിലെത്തി. ഇതോടെ ആരെങ്കിലും തീ വെച്ചതാകാം എന്ന വ്യാപക പ്രചാരണമുണ്ടായി. ഈ ഘട്ടത്തിലാണ് കേശവമേനോനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചത്. DIG കെ കേശവമേനോന്റെ അന്വേഷണം മുഴുവൻ ആരെങ്കിലും തീ വെച്ചു എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു. ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ വേട്ടക്കാർ ആരെങ്കിലും വന്നപ്പോൾ വീടിയിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യത എന്നിവയൊന്നും കാര്യമായി പരിശോധിച്ചതായി അന്വേഷണ റിപ്പോർട്ടിലില്ല. പരിസരത്ത് തീ പിടിക്കാത്തതിനാൽ കാട്ടുതീ പടർന്നിരിക്കാനുള്ള സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചു. ശ്രീകോവിലിന് സമീപത്ത് നിന്ന് മണ്ണെണ്ണ റാന്തൽ ക്ഷേത്ര ജീവനക്കാരുടെ താമസ സ്ഥലത്ത് ഉപയോഗിച്ചതാണോ പുറമേ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല.